നിങ്ങൾക്ക് കോണിപ്പടികൾ കയറുമ്പോൾ കാൽമുട്ടുകൾ വേദനിക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലുകളിൽ സ്റ്റിഫ്നെസ് തോന്നാറുണ്ടോ? അതുപോലെ തന്നെ കൈകാലിൻ്റെ ഓരോ സന്ധികളിലും നീര് അഥവാ നമുക്ക് ജോയിൻസ് എല്ലാം വളരെ സ്റ്റിഫായിട്ട് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പലർക്കും ഇത് സഹിക്കണം, ആർത്രൈറ്റിസ് ആണ്, ഇത് ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. എന്നാൽ ആയുർവേദം പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. വാദം എന്ന ദോഷം കോപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണത്. നമ്മൾ കഴിക്കുന്ന ആഹാര വിഹാരങ്ങളിൽ നിന്ന് ആഹാരം നമുക്ക് യോജിക്കാത്ത ആഹാരങ്ങൾ, അത് വിരുദ്ധാഹാരമാവാം, പലവിധ ആഹാരങ്ങളാവാം, അത് ആമമായിട്ട് രൂപപ്പെടുകയും ആമത്തിന്റെ അവസ്ഥയിൽ അത് വാദത്തോടു കൂടി ചേർന്ന് ഓരോ സന്ധികളിലും കേന്ദ്രീകരിച്ച് ആ സന്ധികളിൽ ഉണ്ടാക്കുന്ന ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് അഥവാ ഒരു ആർത്രൈറ്റിക് കംപ്ലൈന്റ് തന്നെയാണ് ഈ അവസ്ഥ. സാധാരണയായി ആയുർവേദം ഇതിലെ 3 അവസ്ഥയിൽ പറയുന്നു. നമ്മൾ സന്ധിഗതമായിട്ട് ഉണ്ടാകുന്ന ഈ വാതരോഗത്തിനെ സന്ധിഗതവാദം എന്ന് പറയുന്നു, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. എസ്പെഷ്യലി ഇത് എല്ലാ സന്ധികളിലുമാണ് നമുക്ക് കേന്ദ്രീകരിച്ചിട്ട് ഇൻഫ്ലമേഷൻ കേന്ദ്രീകരിച്ചിട്ട് ജോയിന്റ് സ്റ്റിഫ്നെസ്, അതേപോലെ തന്നെ നമുക്ക് കൈകാൽ മൂവ്മെന്റ്സിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആമവാദം വളരെയധികം പെയിൻഫുൾ ആയിരിക്കും, വേദന വളരെ ഉണ്ടാവും. ഇതിന് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയും. ഈ ആമവാദത്തിനോടനുബന്ധിച്ച് ഈ ആമം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് നമ്മളൊരു ഇൻഫ്ലമേഷൻ കണ്ടീഷനാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ചാനൽസ് അഥവാ സ്രോതസ്സുകളിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടാണ് ഈ ആമവാദം രൂപപ്പെടുന്നത്. ഇത് സന്ധിയിൽ ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി ടെമ്പറേച്ചർ അഥവാ പനി എല്ലാം ഉണ്ടാവും. ഇതിനെ നമുക്ക് ആമവാദം എന്ന് പറയും. ഇതിന്റെ ഒരു വകഭേദമായിട്ടാണ് നമ്മൾ വാതരക്തം എന്ന് പറയുന്നത്. വാതരക്തം അഥവാ വാതശോണിതം എന്ന് പറയും. അതിനെ ഗൗട്ട് എന്നും കൂടി പറയും. ചിലപ്പോൾ നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ ആയുർവേദത്തിനെ വാതരക്തം എന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.